ഈമാൻ അക്മലുൽ മുഅ്മിനീൻ. ചിലർ നിസ്കരിക്കുന്നുണ്ടാകും, നോമ്പെടുക്കുന്നുണ്ടാകും, ചിലപ്പോൾ എപ്പോഴും പള്ളിയിലായിരിക്കും, ചിലപ്പോൾ കയ്യിൽ എപ്പോഴും തസ്ബീഹാലായിരിക്കും, ചുണ്ടിങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാകും. അയാൾ പൂർണ്ണ മുഅ്മിനാകണമെന്നില്ല. പൂർണ്ണ മുഅ്മിനാകണോ? അഹ്സനുഹും ഖുലുഖാ, സൽ സ്വഭാവം ഏറ്റവും ഉള്ളവനാകണം, നല്ല സ്വഭാവത്തിനുടമയാവണം. സൽ സ്വഭാവിയാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമനായ പൂർണ്ണനായ ഈമാൻ. എന്നിട്ട് പറഞ്ഞു വഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം, ഭാര്യമാരോട്, പ്രിയപ്പെട്ട ഇണകളോട് മാന്യമായി പെരുമാറുന്നവനാണ്, ഖൈറായി പെരുമാറുന്നവനാണ് നിങ്ങളിലെ മാന്യനെന്ന് ഉത്തമനെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യമാരോടും കുടുംബത്തോടൊക്കെ നല്ല നിലക്ക് പെരുമാറാൻ കഴിയുന്നവനാണ് ഉത്തമൻ. മാത്രമല്ല ആ വിഷയത്തിൽ പലരും തോറ്റുപോകുന്നുണ്ട് എന്നതുകൊണ്ടാണ് അവസാന പ്രസംഗത്തിൽ മനുഷ്യാവകാശങ്ങൾ മുഴുവനും പ്രഖ്യാപിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാന പ്രസംഗത്തിൽ പറഞ്ഞു ഫത്തഖുല്ലാഹ ഫിന്നിസാ, ഫത്തഖുല്ലാഹ ഫിന്നിസാ. നിങ്ങൾ പെണ്ണിന്റെ കാര്യത്തിൽ പടച്ചവനെ പ്രത്യേകം സൂക്ഷിക്കണേ. പെണ്ണിന്റെ കാര്യത്തിൽ, ഭാര്യമാരുടെ കാര്യത്തിൽ പ്രത്യേകം പടച്ചവനെ സൂക്ഷിക്കണേ. ആ വിഷയത്തിൽ സൂക്ഷ്മത അല്പം കൂടുതലുണ്ടാവണം. എന്തുകൊണ്ട്? فإنكم أخذتموهن بأمان الله, നിങ്ങൾ അവരെ സ്വീകരിച്ചത് അല്ലാഹു തന്ന ഒരു അമാനത്താണ് എന്ന രീതിയിലാണ്. റബ്ബ് ഏൽപ്പിച്ച അമാനത്താണ്, ഉത്തരവാദിത്തമാണ് എന്ന രീതിയിലാണ്. അതുകൊണ്ട് സൂക്ഷ്മത വേണേ. ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തം നിർവഹിക്കണമല്ലോ, അല്ലെങ്കിൽ അതേക്കുറിച്ച് ചോദ്യമുണ്ടാകുമല്ലോ. ചോദ്യത്തിന് മറുപടി പറയാതിരുന്നാൽ, അല്ലെങ്കിൽ നല്ല മറുപടി പറയാതിരുന്നാൽ പരാജയപ്പെടും. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. മാത്രമല്ല പുരുഷന്മാരോട് പറഞ്ഞു, നിങ്ങളാണ് ചെലവിന് കൊടുക്കേണ്ട ആളുകൾ, നിങ്ങളാണ് അധ്വാനിച്ച് ചെലവിന് വേണ്ട വഴി കാണേണ്ട ആളുകൾ. എന്നോട് പറയുന്ന പുരുഷനോട് പറയുന്ന പുരുഷ, നീ അധ്വാനിക്കുമ്പോ, നീ പണിയെടുക്കുമ്പോ അവള് വീട്ടിലല്ലേ, അവൾക്ക് കാര്യമായിട്ട് അടുക്കളയിൽ പണിയെടുത്താൽ പോരെ? ഞാനിങ്ങനെ വെയിലും കൊണ്ട് മഴയും കൊണ്ട് ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് നടക്കണമല്ലോ. ഞാൻ എന്റെ കുടുംബത്തെ ഒഴിവാക്കി അങ്ങ് പ്രവാസ ലോകത്തേക്ക് പോകണമല്ലോ എന്നൊക്കെ നീ ചിന്തിക്കുമ്പോ നീ ഒന്ന് മനസ്സിലാക്കണം, നിന്റെ കുടുംബത്തിന് വേണ്ടി ചെലവിന് കൊടുക്കാൻ നീ ചെലവഴിക്കുന്ന ഒരു നാണയത്തൊട്ട്, ഒരു ദിർഹം, ഒരു റിയാൽ, അതിന് പോലും നിനക്ക് കൂലിയുണ്ട്. അല്ലാഹുവിന്റെ ഭാഗത്ത് കൂലിയുണ്ട്, ഇബാദത്താണ്. ലൻ തുൻഫിഖ നഫഖതൻ ഇന്നക ലൻ തുൻഫിഖ നഫഖതൻ തബ്തഗി ബിഹാ വജ്ഹ അല്ലാഹ് ഇല്ലാ ഉജിർത അലൈഹാ. നീ ചെലവഴിക്കുന്ന ഒരു ചെലവ്, ഒരു ഉറുപ്പിക, തബ്തഗി ബിഹാ വജ്ഹ അല്ലാഹ്, ആ ചെലവ് ചെയ്യൽ കൊണ്ട് ആഗ്രഹിക്കുന്നത് അല്ലാഹുവിന്റെ വജ്ഹനെയാണ്. സോനെ, ഞാനിങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് എന്റെ ഭാര്യ മക്കളെ പുലർത്താനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് റബ്ബിന്റെ വജ്ഹിനെ ആഗ്രഹിച്ചുകൊണ്ട് പടച്ചോനെ ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തല്ലേ നിക്കാഹിലൂടെ ഖബിൽതു മിൻക നിക്കാഹ എന്ന് വലിയനോട് വാക്ക് പറഞ്ഞ് ഞാൻ ഏറ്റെടുത്തെങ്കിൽ അതുവരെ ബാപ്പയേറെ സ്നേഹിച്ചു വളർത്തിയ മോളാണ്. തലയിൽ വെച്ചാൽ പേനരിക്കും, നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കുമെന്ന് വിചാരിച്ച് പ്രിയപ്പെട്ട പിതാവ് കൂട്ടിയ മോളാണ്. ആ മോളെയാണ് നിന്റെ ഭാര്യയായി നീ ഏറ്റെടുക്കരുത്. അവരുടെ താല്പര്യമെന്തോ, അവരുടെ ആഗ്രഹമെന്തോ, ആ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് ഞാൻ കൊടുത്തോളാം എന്നാണ് ഖബിൽതു എന്ന് പറയുമ്പോ ആ സ്വീകരിക്കലിന്റെ അർത്ഥം. ആ ഉത്തരവാദിത്വം നിർവഹിക്കണം. ഫഇന്നകും അഖദ്തുമൂഹുന്ന ബിഅമാനില്ലാഹ്, ആ ഉത്തരവാദിത്വത്തെ കുറിച്ച് ബോധം വേണമെന്ന് അവസാന പ്രസംഗവേളയിൽ പോലും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി നീ ചെലവഴിക്കുന്ന ഓരോ നാണയത്തുട്ടിലും പ്രതിഫലമുണ്ട്, അതിനെല്ലാം കൂലിയുണ്ട്. ഹത്താ മാ തജ്അലു ഫീ ഇംറഅതിക, നിന്റെ ഭാര്യയുടെ വായിലേക്ക് നീ വെച്ചുകൊടുക്കുന്ന ഒരു റൊട്ടി കഷ്ണത്തിന് പോലും കൂലിയുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹ് വിശദീകരിച്ചുകൊണ്ട് പറയാണ്, നിന്റെ ഭാര്യയ്ക്ക് നീ കൊടുക്കുന്നൊരു അപ്പക്കഷ്ണം, ഒരു നേരത്തെ ഭക്ഷണം, അതിന് പോലും നിനക്ക് കൂലിയുണ്ട്, പ്രതിഫലമുണ്ട്.
അതുകൊണ്ട് നീ ചെലവഴിക്കുന്ന ഒരു നാണയവും വെറുതെയാകുന്നില്ല, ഒരു ചെലവിന് കൊടുക്കലും വെറുതെയല്ല, അതിനെല്ലാം പ്രതിഫലമുണ്ട് എന്നാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് പിന്നെയും പറഞ്ഞു, മറ്റൊരു ഹദീസ് കാണാം, ലാ യുദ്രിക് മുഅ്മിനുൻ മുഅ്മിനതൻ, ഒരു വിശ്വാസിനിയെ ഭർത്താവ് ഭാര്യയെ ചൊറിയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ചൊറിച്ചിലുണ്ടാക്കരുത്, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വെറുതെ ഒരു ചൊറിച്ചിലുണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാക്കരുത്. ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ, അവളിൽ നിന്ന് എന്തെങ്കിലും വെറുപ്പുള്ള ഒരു കാര്യമുണ്ടായാൽ, എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത കാര്യമുണ്ടായാൽ, റളിയ മിൻഹാ ആഖർ, വേറെ ഒരു കാര്യം നിന്നെ സന്തോഷിപ്പിക്കുന്ന നിനക്ക് ഇഷ്ടമുള്ള കാര്യം വരുമെന്ന്, അങ്ങനെ നിനക്ക് സംതൃപ്തനാകാമെന്ന് വിചാരിച്ച് നീ ക്ഷമിക്കണേ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം